നാളെ നമുക്കേ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഉള്ളാണോ? പിന്നിലുണ്ട്. നീയല്ലേ പറഞ്ഞ പിച്ചാനോ? നീ പറഞ്ഞോണ്ട് ഞാൻ പിച്ചേതാ. അതെ, ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ കൊള്ളാം. രാവിലെ ഇടിയപ്പം പീച്ചാനായിട്ട് വന്നോണം. എന്റെ ഈ ശരീരത്തിൽ ആരോഗ്യം വെച്ച് ഇടിയപ്പം പിഴിയൊന്നും വയ്യ. നമുക്ക് കേശുവിനെ അച്ഛനെ കൂട്ടുപിടിക്കാം. കേശുവിൻ്റെ അടുത്ത് ഞാൻ പറയാം, അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞു. അതായിട്ട് ആ സാറേ, ആണോ? ആ, എന്തായാലും വരും, ഉറപ്പായിട്ട് വരും. ആ, പിള്ളേരൊക്കെ കൊണ്ടുവരാം. ആ, പിന്നെ ബാലു വരും. ഓ, പരിചയപ്പെടുത്താം. എത്ര മണിക്കാ? ആ, ശരി എത്തിക്കോണം. ശരി. ആരാ? നമ്മളെ ഓഫീസിലേ നാളെ ഒരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മളെ ഓഫീസിലൊരു സാറുണ്ട്, സീനിയർ മാനേജറാണ്, 60 വയസ്സായി. അപ്പോൾ പുള്ളിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാം ഓഫീസിൽ. അപ്പോൾ ഫാമിലി ആയിട്ട് ചെല്ലാൻ പറഞ്ഞേക്കാം. നമുക്ക് പോകാം കേട്ടാ. എപ്പോഴാ പോകണ്ടേ? അതിൻ്റെ കഥ അവിടെ കേട്ടാ? പിന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കാതിരിക്കുമോ? അമ്മ പറ, എപ്പോഴാ? നാളെ രാവിലെ ഇറങ്ങണോ? രാവിലെ ഒന്നുമല്ല, ഒരു 5 മണിക്ക് അവിടെ എത്തണം. 5 മണിക്ക് എത്തിയേക്കോ? നമുക്കിവിടെ 4 മണിക്ക് ഇറങ്ങിയാലേ 5 മണിക്ക് എത്തുള്ളൂ. ഓക്കെ, ഞാൻ റെഡി ആയിരിക്കാം. അമ്മ അച്ഛനോട് പറയണോ? അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, അച്ഛനല്ലേ ഈ സമയത്ത് ഇറങ്ങില്ല. അതെ, നാളെ ഇടിയപ്പമാണ്. രാവിലെ ഇടിയപ്പം മുട്ടക്കറിയാണ്. ഇടിയപ്പോ? അമ്മ ഇത് പാറവട വീട് തന്നെ. അമ്മ നീലിമ തന്നെ അമ്മ? ഇല്ല, നീലിമയുടെ അമ്മ. രാവിലെ ഇടിയപ്പം പീച്ചാൻ വരണമെന്ന് പറയാനാ ഞാൻ ഇത് പറഞ്ഞത്. ഓ, അതൊക്കെ ഞാൻ വന്നേക്കാം. രാവിലെ എണീക്കോ? അതൊക്കെ എണീക്കാന്ന്. എന്തിനാണ്? വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ നാളെ ഇടിയപ്പം? ഇല്ലടേ, എല്ലാ ദിവസം ഈ ദോശ എന്ന് പറയല്ലേ. അപ്പൊ ഒന്ന് ഇടിയപ്പം ആക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഒരു കട്ടൻ ഞങ്ങൾക്ക്. ബാലുവേ, നാളെ ഓഫീസിലൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ഒരു സീനിയർ സാറുണ്ടല്ലോ, സുഗണൻ സാറ്, മാനേജർ. 60 വയസ്സായി പുള്ളിക്ക് ഇപ്പോൾ. അപ്പോൾ പുള്ളിയുടെ 60ാം പിറന്നാൾ ഓഫീസിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ചെല്ലാൻ പറഞ്ഞേക്കാം നാളെ. ഫാമിലി ആയിട്ടാ? അയ്യോ, അങ്ങനെ പറയല്ലേ ബാലു. ഞാൻ സാറ് പ്രത്യേകം പറഞ്ഞേക്കാ ബാലുവിനെ കൊണ്ടുവരണം, പരിചയപ്പെടുത്തണമെന്നൊക്കെ. അപ്പം അങ്ങനെ പറയല്ലേ, നമുക്ക് പോവാം. ഞാൻ വന്നാൽ ശരിയാവും. ഞാൻ നീ പോ, ശരിയാവില്ല. എന്തോന്ന് ബാലു, നാളെ വൈകിട്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് വന്നേ പറ്റുള്ളൂ. നല്ല മനുഷ്യന്നേ, നമുക്ക് പോവാം. എത്ര മണിക്ക്? ഒരു 4 മണിക്ക് നമുക്ക് ഇറങ്ങാം ഇവിടുന്ന്. 4 മണിക്കാ? 4 മണിക്ക് പോവാം. ചായ പെട്ടെന്ന് ചായ. വൈകിട്ടത്തെ കാര്യം മറക്കല്ലേട്ടാ. വൈകിട്ടത്തെ കാര്യം മറക്കല്ലേ, പോകണ്ടേ? കാര്യം ഞാൻ മറക്കും. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് പോവാൻ നിൽക്കണേ ഇവിടെ. അതിന് വൈകിട്ടല്ലേ പോകേണ്ടത്, അതിന് വർക്കിന് പോണതിന് എന്താ പ്രശ്നം? സൈറ്റിൽ കംപ്ലീറ്റ് വെയിലാണ്. ചെന്ന് കരുത്ത് കരിവാളിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രഷ് ആയിട്ട് നീ പറഞ്ഞ പരിപാടിക്ക് പോകണ്ടേ? അത് ശരിയാണ്. മടക്കി വെച്ചതല്ലേ ഇവിടെ. അതാണ്, അന്ന പിന്നെ പോകണ്ട. അതാണ് പോയിരിക്കണത്. വേറൊരു കാര്യം കേട്ടാ, നല്ല ഡ്രസ്സൊന്നും ഇല്ല ഇവിടെ. എനിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും ഇല്ല. നിങ്ങൾക്കും ഇല്ല, പിള്ളേർക്കും ഇല്ല, ആർക്കും ഇല്ല. അയ്യോ, അപ്പൊ ഇന്നിട്ടുണ്ട് പോകാനൊന്നുമില്ലേ? ഇന്നിട്ടുണ്ട് പോകാനുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരിടത്ത് ഇട്ട് തന്നെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണം. ആകെ 3 ജോഡിയാറ്റേ ഉണ്ട്. എന്നാ പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കടി. വാങ്ങിക്കാം. വൈകിട്ട് എത്ര മണിക്കാ പോകേണ്ടതെന്ന് അറിയാമോ? 4 മണിക്കല്ലേ? 4 മണിക്കാ. 4 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ 3 മണിക്ക് ഇറങ്ങണം. ഞാൻ ഒരു 2-2:30 പറഞ്ഞിരിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാനേ ഈ ഷർട്ട് കൂടെ മടക്കിക്കോ, ഇതും കൂടെ മടക്കിക്കോ. ഞാൻ അടുക്കളയിൽ കുറച്ച് പണി കൂടി ഉണ്ട്, പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. ശരി. സ്വന്തം കാര്യം വരുമ്പോൾ എന്ത് കൃത്യനിഷ്ഠത. പോവാം. 3 മണിക്ക് തന്നെ ഇറങ്ങിക്കാം കേട്ടേ. ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ഇത് 1/2 മണിക്കൂറായല്ലോ അച്ഛാ. എന്താടാ, സൂക്ഷിച്ച് മടക്കണം. അച്ഛോയ് മനസ്സിലായി. പോടാ, ഫംഗ്ഷന് പോകാനുള്ളതാണ്. റെഡിയായാ? എന്റെ അമ്മ 3 മണിക്കല്ലേ ഇറങ്ങണ്ടേ? 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇതെന്തോന്ന് ലച്ചു ഇത്ര സമയം? വരാം. ദിയ എവിടെ? ദിയ റെഡിയായാ? ആള് റൂമിലാ. വിളിക്കുന്ന ദിയ, ഞാൻ റെഡിയാവാ. ഒന്ന് പെട്ടെന്ന് റെഡിയാവോച്ചേ. വരുന്നു. ബാലേ, റെഡിയായാ? റെഡിയാവും. എന്റെ ബാല എന്ത് റെഡിയായില്ല ഇത്ര നേരമായിട്ട്? 3 മണിക്ക് പോയാ പോരെ? പെട്ടെന്ന് ഇറങ്ങുന്നേ, ട്രാഫിക് ആണ്. ഒന്നാമത്തെ ജോലി ചെയ്യേണ്ട ആൾക്കാർ പോണ സമയാ. 3 മണിക്കാ?
അല്ല സ്കൂൾ വിട്ടിട്ട് പിള്ളേരൊക്കെ പോണ ടൈമല്ലേ? സ്കൂൾ 4 മണിക്ക് വിടും, ഇനി സമയമുണ്ട്. ഇല്ല ഞാൻ 3:30 വിടും. എടി 3 മണിക്ക് ഇറങ്ങിയാ പോരെ? ആ എന്നാ ഇറങ്ങുന്നാ. ഒരുക്കട്ടെ. എടാ ഇവനെന്ത് ഇത്ര ഒരുക്കാനായിട്ട്? നീ എന്താ പെങ്കൊച്ചാ? അമ്മ ഒരു 2 മിനിറ്റ് നീ വാച്ചൊക്കെ കെട്ടണം, കുറെ പണി കിടക്കണ്. വാച്ച് കെട്ടണം കുറെ പിന്നെ ഒരു വാച്ച് കെട്ടാ നടക്കുമ്പോ കെട്ടിക്കൂടെ വാച്ച്? എങ്ങനെയാടാ? ഞാൻ കെട്ടിത്തരാം. അപ്പുറത്തിട്ട് അങ്ങോട്ട് തിരിക്കണ്ടേ? ഇങ്ങനെയല്ലേ? അയ്യോ അല്ല. ലച്ചു വരുവാ. ഒന്ന് വാ കൊച്ചുക്കളെ ഇങ്ങോട്ട്. പിള്ളേരെല്ലാം ഇറങ്ങിയാ? ഞാൻ അവരിപ്പോ ഇറങ്ങും. നീ ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളയിൽ പോയിട്ട് ബാക്ക് ഡോർ അടച്ചാൽ നോക്ക്, മിക്സിയിലെ പ്ലഗൊക്കെ ഊരിയിട്ട് ഫ്രിഡ്ജിന്റെ പ്ലഗൊക്കെ ഊരിയിട്ട് പോച്ചല്ലേ. ഇതൊക്കെ ഞാൻ ചെയ്ത് ഓക്കെയാണ്. ഞങ്ങൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വരണേ ഇങ്ങോട്ട്. വാ ഇറങ്ങ്. ഞാൻ എത്തിട്ടാ കറക്റ്റ് 3 മണിക്ക് എത്തി. കറക്റ്റ് 3 മണിക്ക് ഞാനും എത്തി. ഒരു മിനിറ്റ്, എവിടെ പോണം? ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്ത് പോലും അതൊക്കെ പിന്നെ ചെയ്യാം. എനിക്ക് പോണ വഴിയില്ല, അതാണ് കേട്. പെട്ടെന്ന് വന്നോ ഇങ്ങോട്ട്. നിനക്ക് പോണോടാ? ഞാൻ അവന് പോണ്ട. അതല്ല അച്ഛൻ പോയിട്ട് വാ, ചെന്നിട്ട് ഞാൻ പോവാ. നിനക്ക് ഇതിനെ പോണ ഇപ്പൊ പോണ്ട. അത് പിന്നെ അത് ലിങ്ക് അത് നമുക്ക് മനസ്സിലാവൂല. അതങ്ങനെ കേശുവേ അവിടെ ചെന്നിട്ട് പോയാ മതി. ഞാൻ കാറ് വല്ലതും വെച്ച് മുള്ളി കഴിഞ്ഞാ കുഞ്ഞു വാവേ കാർ വെച്ച് മുള്ളാനായിട്ട്. വാല് മതി, വാല് ഇങ്ങോട്ട് വാവാലൊന്ന് മതി. പിന്നെ അവിടെ ചെന്നിട്ട് ഒഴിക്കാം. അല്ല പിന്നെ എന്ത് കഷ്ടമാണ് നോക്കണേ. വാലേ മനഃപൂർവ്വം അല്ലേ ഇത്? ഇത് മനഃപൂർവ്വം അല്ലേ ലച്ചു? എനിക്ക് ഡൗട്ട് ഉണ്ട് അച്ഛൻ ഇത് മനഃപൂർവ്വം ഇറങ്ങിയാ? അമ്മ നമ്മള് സിനിമയ്ക്ക് പോലെ ലേറ്റ് ആയിട്ടല്ലേ ഇറങ്ങിയത്, അതിന്റെ ദേഷ്യം തീർക്കണേയാണോ? ആണോ? സത്യമായിട്ടല്ല. ആണെങ്കി ഇറങ്ങിയാ? ഭയങ്കര കുറച്ചേരം നേരം പിടിക്കും. ഫ്ലഷ് ചെയ്യണടാ. നിങ്ങൾ ചെന്ന് ഫ്ലഷ് ചെയ്യിക്ക്. അല്ല പിന്നെ വാടാ പോവാ. അവിടെ 3 മണിക്ക് എത്തണം. അല്ല ഇവിടെ നിന്ന് 3 മണിക്ക് ഇറങ്ങണം. 1 മണിക്കൂർ ഉണ്ട് അവിടെ നിന്ന്. വാലൊന്ന് ഇറങ്ങുവാല് ഇപ്പഴേ ലേറ്റ് ആയെന്നേ. വയറിനൊരു അസ്വസ്ഥടി. എന്തോന്ന് വാലു 3 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞ ഇപ്പൊ 3 കാലായി. വയറ് നേരം പോയിട്ട് വരട്ടമ്മ. കേശു ഒരു സ്വഭാവം മാറ്റില്ലട്ടാ. ഞാൻ എന്തിനു പറഞ്ഞെന്ന്? അച്ഛനും മരുകൊണ്ട് കുറെ നേരമായിട്ട് ബാത്റൂമിൽ ഓടി കളിക്കണത്. പിന്നെ ബാത്റൂമിൽ പോവാ പോകണ്ടേ? എന്തരമ്മാ പറയണേ? ഇത്ര നേരം പോടായിരുന്നല്ലോ നിനക്കൊക്കെ. ഇറങ്ങിപ്പോഴാ പോക്ക്. പോവാൻ വരുമ്പോഴല്ലേ പോവാൻ പറ്റൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ. നമ്മൾക്ക് സിനിമയ്ക്ക് ഇറങ്ങാൻ ലേറ്റ് ആയില്ലേ, അതിന്റെ ദേഷ്യം തീർക്കണതാ. മനഃപൂർവ്വം ലേറ്റ് ആക്കുവാണെങ്കിൽ കേശു തിരിച്ചു വന്നിട്ട് കാണിച്ചു തരുന്നേ. എന്തിന് അച്ഛാ? എന്താ അച്ഛാ? ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങ്. വരണ്ട. ചൂട് കഞ്ഞിവെള്ളം കുടിച്ചേ കൊള്ളായിരുന്നു. കേശു വാ. എടാ വന്നേ വാ. ലച്ചു വാ. നിങ്ങൾ വരണ്ട. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ സമയത്തരായി? 3:30. ഇപ്പൊ മനസ്സിലായോ? ഒരു ഇറങ്ങിയുമ്പോ ലേറ്റ് ആയല്ലോ. എന്താണെന്ന് നിനക്ക് ദേഷ്യം വന്നാ? അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നത്. ഓ അത് ശരി. അപ്പൊ മനഃപൂർവ്വം ചെയ്താണ്. മനഃപൂർവ്വം തന്നെ. രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. വാ ഇറങ്ങ്. താക്കോലെടുത്തോ കൂട്ടിക്ക് വന്നിട്ട്. നിധി ഒഴിച്ചു വെച്ചേക്കണം.